കൊച്ചിയിൽ നടക്കുന്ന ബാംബു ഫെസ്റ്റിൽ ശ്രദ്ധേയമായ ഗോത്ര വിഭാഗങ്ങളുടെ മുളനിർമ്മിത പൈതൃക പ്രദർശനം. കാടർ, ചോലനായ്ക്കർ, കാട്ടുനായ്ക്കൻ വിഭാഗങ്ങളുടെ ഉപജീവനത്തിന്റെ നേർചിത്രം കൂടി വരച്ചു കാട്ടുകയാണ് ഫെസ്റ്റ്. കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഗോത്ര വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ശ്രമിക്കുന്ന സംഘടനകളാണ് ഈ പ്രദർശനത്തിന് പിന്നിൽ. കൊച്ചിയിൽ നടക്കുന്ന ബാംബു ഫെസ്റ്റിൽ വേറിട്ട് നിൽക്കുന്നതാണ് ഗോത്രവിഭാഗത്തിന്റെ മുളനിർമ്മിത പൈതൃക പ്രദർശനം. തൃശൂർ ജില്ലയിലെ കാടർ, മലപ്പുറം നിലമ്പൂരിലെ ചോലനായ്ക്കൻ, കാട്ടുനായ്ക്കൻ തുടങ്ങിയ വിഭാഗങ്ങൾ മുളകൊണ്ട് നിർമ്മിക്കുന്ന വസ്തുക്കളാണ് പ്രദർശനത്തിനുള്ളത്. നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന പഴയ കാര്യങ്ങളെല്ലാം നമുക്ക് വീണ്ടും കോർത്തെടുക്കാനും പുതിയ തലമുറ ഇന്ന് അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും ഇതുപോലുള്ള പദ്ധതികൾ നമുക്ക് ഏറെ ഉപകാരപ്രദമാണ്. കാട്ടിൽ നിന്ന് തേനെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പൂണിക്കൊട്ട, കാടർ സമുദായത്തിന്റെ മീൻപിടുത്ത ഉപകരണങ്ങൾ, മുളകൊണ്ടുള്ള വാദ്യോപകരണങ്ങൾ തുടങ്ങി നിരവധി പൈതൃക വസ്തുക്കളുടെ ശേഖരവും ഇവിടെ കാണാൻ സാധിക്കും. അന്യം നിന്നു പോകുന്ന വസ്തുക്കളുടെ പ്രദർശനം മേളയുടെ ഏറ്റവും വലിയ ആകർഷണമാണ്. കാടിനെ ആശ്രയിച്ചാണ് ഇവരുടെ ദൈനംദിന ജീവിതം. കാലാവസ്ഥാ വ്യതിയാനവും വന്യജീവി ആക്രമണങ്ങളുമാണ് നേരിടുന്ന വലിയ വെല്ലുവിളി. കാട്ടിൽ പോണെങ്കിൽ ആനേനെയും പേടിക്കണം, പുലിനെയും പേടിക്കണം. ഞങ്ങൾക്ക് ഇതുപോലെ മുളയുടെ ഈറ്റയുടെ സംഭവത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കാൻ ഞങ്ങൾക്ക് നല്ല താല്പര്യമാണ്. പലവിധ പ്രതിസന്ധികൾ നേരിടുന്ന ഗോത്രവിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് പ്രദർശനം. കേരള വനഗവേഷണ കേന്ദ്രം, കീസ്റ്റോൺ ഫൗണ്ടേഷൻ, തൊടുവെ, വാഴച്ചാൽ CFR സംഘം, ഗോത്ര, ഗന്ധ എന്നീ സംഘടനകളാണ് ഈ പൈതൃക പ്രദർശനത്തിന് നേതൃത്വം വഹിക്കുന്നത്. ന്യൂസ് മലയാളം, കൊച്ചി.